ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ ഞാൻ ഓർത്തു എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കേട്ടോ. രാവിലെ ഒരു ഏകദേശം ഒരു 6 മണി 7 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ പതുക്കെ എണിച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി സോ എല്ലാവരും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചു. സോ രാവിലെ കുറച്ച് ക്ഷീണമായിരുന്നു. ഉറങ്ങാനൊന്നും അത്ര നന്നായിട്ട് അങ്ങ് പറ്റിയില്ല. കാരണം എന്താണോ കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് ഉറങ്ങിയില്ല. ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ പരിപാടിക്ക് വേണ്ടി എണിക്കാമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ ബെഡിൽ നിന്നൊക്കെ എണിക്കാനായിട്ടുള്ള പരിപാടിയാണ്. അതിനുശേഷം ടോയ്ലറ്റിൽ പോയിട്ട് ജസ്റ്റ് ബ്രഷൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചു. മോർണിംഗ് പ്രത്യേകിച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനില്ല. പക്ഷെ ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട്, വൈകിട്ട് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് പിന്നെ നൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പം അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഫ്രഷായി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. ഫ്രഷായിട്ട് വന്ന് റൂമിലേക്ക് വരുവാണ്. റൂമിലേക്ക് വന്നിട്ട് പിന്നെ രാവിലെ എനിക്ക് എല്ലാ ദിവസവും ഒരു വൈറ്റമിൻ സിയുടെ നമ്മുടെ ഈ വെള്ളത്തിലിടുമ്പോൾ അടിഞ്ഞു പോണ ഒരു പരിപാടിയില്ലേ, ആ ഒരു ടാബ്ലറ്റ് ഉണ്ട്. ആ ടാബ്ലറ്റ് ഞാൻ എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. വൈറ്റമിൻ സിയുടെ ഒരു ടാബ്ലറ്റാണ് അത് ആക്ച്വലി. സോ വെള്ളത്തിലിട്ട് നമ്മൾ അലിയിച്ചാണ് അത് കുടിക്കുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒന്നെങ്കിൽ മൾട്ടി വൈറ്റമിൻസിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റമിൻ സിയുടെ ടാബ്ലറ്റ് ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ലൊരു സ്കിന്നിനൊക്കെ നല്ലൊരു ഇത് തരുന്നൊരു ടാബ്ലറ്റാണ്. സോ ഞാനതുകൊണ്ട് അത് എല്ലാ ദിവസവും കുടിക്കാറുണ്ട്. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് കൂടെ ഞാൻ എല്ലാ ദിവസവും വേറെ ഒന്നും കഴിക്കാറില്ല. രാവിലെ എണീച്ച് ചെയ്യുമ്പോൾ അതാണ് സാധാരണ എല്ലാ ദിവസവും തന്നെ കഴിക്കാറുള്ളൊരു പരിപാടിയാണ്. ഒന്ന് വായിക്കോട്ടേക്ക് വിട്ടിട്ട് ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് വെച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. ഇതെനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ ചെയ്യാതിരിക്കത്തില്ല, എങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ മടിയാണിത് ചെയ്യാൻ. റൂം നല്ല വൃത്തിയാക്കി ഇടണമെന്ന് താല്പര്യമൊക്കെയുള്ള കൂട്ടത്തിലാണ് ഞാനും. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് കാണത്തില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇന്നെന്തോ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ക്വിൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറേഞ്ച് ചെയ്ത് എക്സ്ക്യൂസ് മീ ഒന്ന് വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ഇന്ന് വൈകിട്ട് കൊണ്ടുപോകാനുള്ള യൂണിഫോമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് അലക്കണം എന്ന് വിചാരിച്ചിട്ട് അലക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അലക്കാൻ ഇട്ടു ഓൾറെഡി. അപ്പോൾ ഞാൻ രാവിലെ എല്ലാ ദിവസവും എണീച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് നമ്മുടെ ഗാർഡനുണ്ട്, ഗാർഡൻ്റെ അവിടെ എല്ലാ ദിവസവും ചെയ്യുന്ന ജിമ്മിൽ പോയി തുടങ്ങിയില്ല. മിക്കവാറും ഈ മാസം തന്നെ പോയി തുടങ്ങും. ഇപ്പോൾ വീട്ടിലത്തെ വർക്കൗട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് നാട്ടിലായിരുന്ന സമയത്ത് എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി മസിൽ എല്ലാം തന്നെ പോയി. അപ്പോൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം ചെറിയ ചെറിയ എക്സസൈസുകൾ ഇവിടെ തന്നെ ചെയ്തൊന്ന് ബോഡി ഒന്ന് കംഫർട്ടബിൾ ആക്കി എടുത്തിട്ട് ജിമ്മിൽ പോകുമെന്ന് വിചാരിച്ചു. മിക്കവാറും ഈ മാസം ഒരു 10 കൂടി പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ജിമ്മ് ഇവിടെ തൊട്ടടുത്ത് ജിമ്മുണ്ട്. അപ്പോൾ അതുകൂടാതെ ഇങ്ങനെ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ രാവിലെ എല്ലാം ചെയ്യുന്നൊരു ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി എടുക്കുകയും ചെയ്യാം. ബിഫോർ നമ്മൾ കുറേ നാളായിട്ട് ജിമ്മ് സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ജിമ്മിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ളൊരു സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ കുറച്ചൊന്ന് ആക്റ്റീവായിട്ട് എടുക്കാനുള്ള പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും തന്നെ ചെയ്യാറുണ്ട് ഇങ്ങനെ പറ്റും പോലെയൊക്കെ. ഇപ്പോൾ മോർണിംഗ് ഞാൻ എണീക്കുമ്പം ക്ഷീണമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോയി ചെയ്തിട്ടാണ് സാധാരണ പോകാറ്. അതുപോലെ വെള്ളം കൂടി ഇച്ചിരി കുറവാണ്. വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാക്ക് യാർഡ് കുറച്ച് വലിയ യാർഡാണ്. അപ്പോൾ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉള്ളിൽ തന്നെയായിരുന്നു ചെയ്ത് പുഷപ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം. അങ്ങനെ എക്സസൈസൊക്കെ നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം എക്സസൈസൊക്കെ ഒന്ന് തീർന്നു. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് ചായ രാവിലെ ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ വൈറ്റമിൻ സിയുടെ അത് കുടിച്ചുകൊണ്ട് ഞാൻ പിന്നെ ചായ അപ്പം അന്നേരം ഉണ്ടാക്കിയില്ലായിരുന്നു. പിന്നെ ഇച്ചിരി ചായ ഉണ്ടാക്കി, പാൽ ചായ ഉണ്ടാക്കി ഏലക്കായൊക്കെ ചതച്ചിട്ടിട്ട് ഒന്ന് മൊബൈലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് അത്യാവശ്യം അപ്ഡേറ്റ്സുകളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുവാണ്. 1-2 കോളൊക്കെ ചെയ്തു കേട്ടോ. 1-2 കോളൊക്കെ ചെയ്ത് അങ്ങനെ അത്യാവശ്യം നെറ്റൊക്കെ ഒന്ന് നോക്കി, അത്യാവശ്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ചെക്ക് ചെയ്ത് ചായ കുടിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ സാധാരണ എല്ലാ ദിവസവും ഉണ്ടാക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബ്രെഡും ബട്ടറൊക്കെ തേച്ച് കഴിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാനൊന്ന് ഓർത്തു നമ്മുടെ ഉപ്പുമാവിനുള്ള പരിപാടി ഇരിപ്പുണ്ട്. നാളെ ഉണ്ടാക്കിയ ഉപ്പുമാവിൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, ഉപ്പുമാവിൻ്റെ പൗഡർ. അപ്പം റവ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് വിചാരിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള അത്യാവശ്യം ഒരു തട്ടിക്കൂട്ടൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വെജിറ്റബിളായിട്ട് പിന്നെ എന്താണ് കുക്കുംബറും പിന്നെ ചെറിയ ടൊമാറ്റോസും ഉണ്ടാകുന്ന കഴിഞ്ഞ ദിവസം മേടിച്ച്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ചെറിയ സാലഡൊക്കെ പോലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുണ്ടാക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. ഇപ്പോൾ ഉണ്ടാക്കാൻ ഒത്തിരി സമയം കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് സവോള കാര്യങ്ങളെല്ലാം ഇട്ട് അത്യാവശ്യം ചെറിയ പച്ചക്കറികൾ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഞാൻ ഉപ്പുമാവ് വേഗം ഉണ്ടാക്കിയെടുത്തു. നല്ല ഫുൾ പ്രോസസ്സ് ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ എങ്കിൽ കൂടിയും അത്യാവശ്യം ചെറിയൊരു എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള പെട്ടെന്ന് ഓടിച്ചിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതുകൊണ്ട് മഞ്ഞച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് നമ്മുടെ കുക്കുംബറും ചെറിയ ടൊമാറ്റോയൊക്കെ ചുമ്മാ ജസ്റ്റ് സാലഡ് പോലെ ഒന്ന് കഴിച്ച്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി തീർന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു ഒക്കെ ചെയ്തത്. പിന്നെ അന്നേരത്തേക്ക് നമ്മുടെ അലക്കാനിട്ടായിരുന്ന തുണി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാനത് പുറത്ത് നമുക്ക് ലൈൻസ് ഉണ്ട്, ക്ലോത്ത് ലൈൻസ് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൽ കൊണ്ടുവന്ന് വിരിച്ച് ഇട്ട് ഉണങ്ങാമെന്ന് വിചാരിച്ചു. കാരണം നല്ലൊരു ഡേ ആണ് ഇന്ന്, നല്ല ഇഷ്ടംപോലെ സണ്ണുള്ള ഡേ ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രയറിൽ യൂസ് ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ. പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ സണ്ണുള്ളതുകൊണ്ട് ഞാനിപ്പോൾ സണ്ണിൽ പുറത്ത് നമുക്ക് ലൈനുണ്ട്. അപ്പോൾ ലൈനിൽ ഇട്ടിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. 1/2 മണിക്കൂർ പോലും വേണ്ട, നല്ല ചൂടല്ലേ, അപ്പം പെട്ടെന്ന് നല്ല കാറ്റും ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാ ക്ലോത്തുകളൊക്കെ അലക്കി തൂക്കിയിടുകയാണ്.
അപ്പോൾ ക്ലോത്തെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് കാര്യം പറഞ്ഞ് കിടന്ന, പക്ഷേ പള്ളിയിൽ പോകാൻ സത്യം പറഞ്ഞാൽ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ടീഷർട്ടും ഷോർട്സൊക്കെ ഇട്ട്, ഇന്നിപ്പം നല്ല ദിവസമായതുകൊണ്ട്, നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോർട്സൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് മൊബൈലൊക്കെ നോക്കിയിരുന്നിട്ട് ജസ്റ്റ് പള്ളിയിലൊന്ന് പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ചെയ്തത്. കാരണം രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല. എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നതാണ്. പക്ഷേ ഇന്ന് കാര്യം പറഞ്ഞാൽ അലാമൊക്കെ വെച്ചിട്ട് കിടന്നു. പക്ഷേ എനിക്ക് രാവിലെ മടിയായിരുന്നു എണീച്ചിട്ട് പോകാൻ വേണ്ടി. അതുകൊണ്ട് ഇന്ന് പോയില്ല പള്ളിയിൽ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റോഡിലേക്ക് ഇറങ്ങി. കുറച്ച് ദൂരമുള്ളൂ, ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. നമ്മുടെ സെൻറ്റ് ബ്രണ്ടൻ എന്ന് പറഞ്ഞ ചർച്ചാണ്. അപ്പം അങ്ങോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പം പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചതാണ് വീഡിയോ ഒക്കെ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സ്ട്രീറ്റ്സ് കാര്യങ്ങളെല്ലാം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വലിയൊരു ലോൺ ഏരിയ ഉണ്ട് കേട്ടോ. നല്ലൊരു ഏരിയ ആണിത്. നല്ല ഒരു കുഞ്ഞ സ്ട്രീമൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലേക്ക് എത്താൻ പോയിക്കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്താണ്, ഒത്തിരി ദൂരമില്ല. അവിടെ നമുക്ക് കുറച്ച് പേർ നടക്കാനുള്ളത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് പോയി നടക്കണ്ട, പെട്ടെന്ന് പള്ളിയിലെത്താം. പള്ളിയിലേക്കുള്ള വഴിയിലേക്കുള്ള പോക്കാണ്. അപ്പോൾ എല്ലാ മരങ്ങളും നല്ലതായിട്ട് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ പള്ളി, സെൻറ്റ് ബ്രണ്ടൻ ചർച്ച്. കുലോക്കാണത്, കൂലോക്ക് ആ സ്ഥലമാണിത്. അപ്പോൾ അവിടെ പോയി ഞാൻ തിരി കത്തിച്ച് വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച് ജസ്റ്റ് ഒന്ന് എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നു. കാരണം കുർബാന ഇല്ലാത്ത സമയമാണ്. ഇപ്പം കുർബാന രാവിലെ ആയിരുന്നു, പോകാൻ പറ്റിയില്ല. അത്യാവശ്യം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു തിരി കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി. മൊത്തം ബെഞ്ചൊക്കെയാണ് ഇട്ടേക്കുന്നത്. അപ്പം ഇവിടെയാണ് എല്ലാ ദിവസവും തന്നെ പള്ളിയിലൊക്കെ പോകാറുള്ളത്. ഇന്നിപ്പോൾ ആരുമില്ല, കാരണം കുർബാനയുടെ ടൈം അല്ലാത്തതുകൊണ്ട് ആരുമില്ല. ജസ്റ്റ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുലോക്ക് വില്ലേജിലേക്കാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ വില്ലേജാണത്. ഒത്തിരി കടകളൊന്നുമില്ല, വളരെ കുറച്ച് അത്യാവശ്യം ചെറിയ ചെറിയ കടകൾ, ഒരു ബാറ്, പിന്നെ എന്താണ് ഫാർമസി, അങ്ങനെയുള്ള അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ. ബാങ്കുണ്ട്, ബാങ്ക് ഓഫ് ഫാറിൻ്റെ ഒരു ബാങ്കുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞൊരു ടൗൺ എന്നൊക്കെ പറയാം. വലിയൊരു കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഏകദേശം ഈ കാണുന്നതാണ് കേട്ടോ കുലോക്ക് വില്ലേജിൻ്റെ ഒരു ലുക്ക്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അച്ഛന്മാർ താമസിക്കുന്നതാണ്. അച്ഛന്മാർക്ക് താമസിക്കാനുള്ള പള്ളിയുടെ കെട്ടിടങ്ങളാണ് അതാണ് കാണുന്നത്. പിന്നെ നമ്മൾ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെൻറ്റ് വിൻസെൻറ്റ്സിൻ്റെ, ഞാൻ എപ്പോഴും തന്നെ പോകുന്നൊരു ഷോപ്പുണ്ട്. സെക്കൻഡ്സൊക്കെ കിട്ടുന്ന ഷോപ്പാണ്. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും തന്നെ ഇവിടെ വരുമ്പം, പള്ളിയിൽ വരുമ്പോൾ എന്തായാലും അവിടെ പോയിട്ടാണ് പോകാറുള്ളൂ. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങോട്ടുള്ള സെൻറ്റ് വിൻസെൻ്റ് കടയിലേക്കുള്ള ഒരു പോക്കാണ്. കാണുന്നതാണ് സെൻറ്റ് വിൻസെൻസ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് സെൻറ്റ് വിൻസെൻസ്. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് എന്തൊക്കെയാണ് കിട്ടണേ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയൊരു ലെറ്റർ എഴുതിയിരിക്കണ ഒരു ചെറിയൊരു ബോർഡ് മേടിച്ചു. നല്ല ഇതാണ് കേട്ടോ, അത് നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നടന്നു പോരുന്ന ഭാഗമാണ്, വീട്ടിലേക്ക് നടന്നു പോരുന്ന ഭാഗമാണ്. അപ്പോൾ ഇതാട്ടോ ഞാൻ മേടിച്ച ഓസ്കാർ വൈൽഡിൻ്റെ ഒരു നല്ലൊരു വേർഡിങ്സ് ഉള്ള ഒരു ചെറിയ ബോർഡാണ്. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി. അതൊക്കെ മേടിച്ച് അങ്ങനെ പോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഭവനത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഭവനത്തിലെത്തി എല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ പിന്നെ ജോലിക്ക് പോകാനുള്ള തൊത്രപ്പാട് കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഞാൻ ഇത് തന്നെ ഇടാൻ ചെയ്തത്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ നല്ലൊരു ഈവനിങ് ആണ്. അപ്പോൾ അത് തന്നെ ഇട്ടിട്ട് പോകുന്ന വിചാരിച്ചിട്ട് അങ്ങനെ ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് പോകാൻ പോണേ. അങ്ങനെ അത്രയേ ഉള്ളൂ നമ്മുടെ ഡേ. അങ്ങനെ എല്ലാം ഫിനിഷായി. താങ്ക്സ് ഫോർ വാച്ചിങ് ഡബിൻ മല്ലു വേൾഡ്. ഓക്കെ, ബൈ.